ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ 2-3 സ്റ്റോക്സുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് നാളത്തെ ട്രേഡിംഗിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിന് മുന്നായി നമുക്ക് ഇന്ന് FIയുടെയും അല്ലെങ്കിൽ DIയുടെയും ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് FI സെല്ലായിരുന്നു, 2599 കോടി സെല്ലായിരുന്നു. അതുപോലെ DI 2667 കോടി ബൈലായിരുന്നു. അതുപോലെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21 പോയിന്റ് പ്ലസിലും സെൻസസ് 89 പോയിന്റ് പ്ലസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ആണ്. 21,929 21,908 ആണ് ലെവൽസ്. അതുപോലെ 22,053 22,033 അടുത്ത ലെവൽസ്. അപ്പോൾ അതായത് നാളെ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സെല്ല് എടുക്കാവുന്നതാണ്. താഴേക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിഫ്റ്റിയുടെ അതൊന്ന് വാച്ച് ചെയ്തേക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ്. ഇനി നമുക്ക് അടുത്ത് ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ താഴെ മാർക്ക് ചെയ്യാം ട്രെൻഡ് ലൈൻ. ഈ ഒരു ലോയും കണക്ട് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് ജസ്റ്റ് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് ഒരു അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ മാർക്കറ്റ് നല്ല ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിലും സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ 4 ചാൻസസ് ആണ് ബാങ്ക് നിഫ്റ്റി കാണുന്നത്. ഇനി നമുക്ക് സ്റ്റോക്സ് നോക്കാം. അപ്പോൾ നാളത്തേക്ക് വേണ്ടി നമ്മൾ 3 സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിൻ നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ലോയും കണക്ട് ചെയ്ത് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ജിയോഫിന്റെ ലെവല്. അപ്പോൾ ജിയോഫിൻ നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ജിയോഫിൻ്റെ നാളത്തെ ടെക്നിക്കൽ ലെവല്. ഇതിനടുത്ത് BHEയിലാണ്. അപ്പോൾ BHEയിൽ നമുക്ക് ഈ ഒരു ലോയും നമ്മൾ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു BHEയിലും അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകേണ്ട നോക്കാം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം BHEയിൽ. ഇനി അടുത്തത് HDFC ബാങ്ക് ആണ്. അപ്പോൾ HDFC ബാങ്ക് നമുക്ക് ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ നാളെ HDFC ബാങ്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക്ഔട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ സെല്ലിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് HDFC ബാങ്കിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്.
അപ്പോൾ ഈ 3 സ്റ്റോക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബ്രേക്കൗട്ടിൽ തന്നെ നമ്മൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്തതിനു ശേഷം അടുത്തൊരു ക്യാൻഡിൽ കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അടുത്തൊരു ക്യാൻഡിലും ആ ഒരു ലെവൽസിന് മുകളിൽ ട്രേഡ് ചെയ്യാമെങ്കിൽ മാത്രമേ നമ്മൾ ബൈ എടുക്കാവൂ. അതല്ലെങ്കിൽ താഴെ ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് സെൽ എടുക്കാവൂ. ഓക്കെ, ചില സമയത്ത് ഫോൾസ് ബ്രേക്കൗട്ട് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ബ്രേക്കൗട്ട് ചെയ്ത് ക്ലോസ് ചെയ്താലും അടുത്തൊരു 5 മിനിറ്റ് കൂടി നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാം. ഇനി നമുക്ക് ഇന്ന് വന്നിട്ടുള്ള മെയിൻ ന്യൂസുകൾ നോക്കാം. അപ്പോൾ ന്യൂസുള്ള ആദ്യത്തെ സ്റ്റോക്ക് ഹുഡ്കോയാണ്. അപ്പോൾ ആ ഹുഡ്കോ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ₹1.50 പെർ ഷെയറിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് മാർച്ച് 29-നാണ്. പിന്നെ ഓറോ ഫാർമയ്ക്കാണ് അടുത്ത ന്യൂസ് ഉള്ളത്. അപ്പോൾ ഓറോ ഫാർമയ്ക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് നാസൽ സ്പ്രേയുടെ. അടുത്ത ന്യൂസ് ഉള്ളത് ടൈം ടെക്നോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ടൈം ടെക്നോപ്ലാസ്റ്റിന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഹൈ പ്രഷർ ടൈപ്പ് 4 കോമ്പോസിറ്റ് ഹൈഡ്രജൻ സിലിണ്ടർ ഉണ്ടാക്കാനുള്ള അപ്രൂവലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് മെയിൻ ആയിട്ട് ന്യൂസ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.